ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പോലെയല്ല ഇന്ന് മുതലാണെങ്കിൽ നമുക്ക് സ്കൂളിൽ ഓൺ എക്സാം തുടങ്ങുവാണ് കേട്ടോ. അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ട്. രാവിലെ തന്നെ കുറച്ച് പണികളിലായിരുന്നു. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പിന്നെ കാപ്പിയൊക്കെ എടുത്ത് വയ്ക്കൽ, അങ്ങനെ. പിന്നെ രാവിലെ ആണെങ്കിൽ അമ്മ മുട്ട നല്ലപോലെ അവിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഇനി അടുത്താണ് കറിപ്പാത്രത്തിൽ കറി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയും സാമ്പാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് അടച്ചു വെച്ചു. അങ്ങനെ അനിയത്തിയുടെ പാത്രത്തിൽ ഇതുപോലെ കറിയൊക്കെ നിറച്ച് വെച്ച് അങ്ങനെ ഫുള്ള് സെറ്റായി എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നിന്നാണെങ്കിൽ കാപ്പി കുറച്ച് കഴിച്ചിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പുട്ടും സാമ്പാറുമായിരുന്നു അമ്മ തന്നത്. അങ്ങനെ പുട്ടും സാമ്പാറും ഒക്കെ കഴിച്ചു. ഞാനും അനിയത്തിയും കൂടെ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് മാമിയാണെങ്കിൽ ജെംസിൻ്റെ മുട്ടായും അതുപോലെ തന്നെ 5 സ്റ്റാറിൻ്റെ മുട്ടായി എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ടാണ് രാവിലെ ഇതുപോലെ മുട്ടായൊക്കെ തന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മുട്ടായൊക്കെ എടുത്ത് ബാഗിനകത്തിട്ടു. കാരണം നമ്മൾ സ്കൂളിലൊന്നും നടന്നല്ലേ വരേണ്ടത്. അപ്പോൾ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാഗിലൊക്കെ എടുത്തിട്ടു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ മുട്ടായി കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയോട് കൂടി അവനാണെങ്കിൽ 3ാമത്തെ വയസ്സ് ഇതുപോലെ തുടങ്ങുവാണ്. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇന്ന് അവൻ്റെ ബർത്ത്ഡേയോട് പ്രമാണിച്ച് സദ്യയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സദ്യ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഞാനാണെങ്കിൽ നേരെ പോയിരുന്നു. അപ്പോൾ സദ്യ ആകുമ്പോഴത്തേക്കും നല്ല പരിപ്പ് കറിയും അതുപോലെ തന്നെ ചോറും അവിയലും പിന്നെ മരിച്ചിനിയും ബാക്കിയുള്ള എല്ലാ കറികളും ഒക്കെ എടുത്തിട്ട് ഞാനാണെങ്കിൽ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പന്തി ചോറാണെങ്കിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാമ്പാറും പിന്നെ എക്സ്ട്രാ നമ്മുടെ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു പപ്പടവും കൂടെ എടുത്ത് കഴിച്ചു. അനിയത്തിമാരാണെങ്കിൽ സാമ്പാറിന് ഇത്തിരി ഇഷ്ടക്കേടായതുകൊണ്ട് തന്നെ അവർ പരിപ്പ് കറിയാണ് എടുത്തത്. ഞാനും പിന്നെ ഒരു സ്റ്റൈലിലാണെങ്കിൽ കുറച്ചൊന്ന് സൈഡിൽ ഒഴിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഞാനാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുറച്ച് പപ്പടം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിച്ചു. ഇത് പിന്നെ നല്ല സേമിയ പായസമായിരുന്നു കേട്ടോ. പിന്നെ അതും കൂടെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കുറേ ബലൂണൊക്കെ പെരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള സുമയാൻ്റെയും അമ്മയും എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് നമ്മളുടെ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കേക്കും പിന്നെ പിസ്ത കേക്കും കൂടെയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചു. പിസ്ത കേക്കിൻ്റെ ചുറ്റും പിസ്തേൻ്റെ കുറച്ച് ഇതും പിന്നെ ചോക്ലേറ്റ് കേക്കിൽ കുറച്ച് നട്ട്സ് പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വിതറിയിട്ടതായിരുന്നു. അടിപൊളിയായിരുന്നു 2 കേക്കിൻ്റെ ലുക്ക് കാണാൻ. പിന്നെ നേരെ 3 വയസ്സിൻ്റെ ആ ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് നമ്മളാണെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിയൊക്കെ കത്തിച്ച് നമ്മളാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി. അങ്ങനെ എല്ലാവരും അവന് ഓരോരോ പീസായിട്ട് കേക്ക് കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കേക്ക് അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ആൻറ്റി ആണെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം